ഹലോ, നമുക്കിന്ന് ഒരു എയർ ഫ്രയർ ഫുൾ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അപ്പം ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കണ്ട. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. ഇതൊക്കെ ആയിട്ട് നമ്മൾ മസാലകളായിട്ട് എടുത്തേക്കണേ. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വളം കസൂരി മേത്തിയും കൂടി കൈകൊണ്ട് നമുക്ക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓയിലും കൂടെ ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യാട്ടാ. ശരിക്കും ഈ എയർ ഫ്രയർ ചിക്കൻ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആട്ടാ. എയർ ഫ്രയർ ഒക്കെ വീട്ടിലുണ്ടായിട്ട് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് നടക്കണവര് ഒരിക്കലും ഈ റെസിപ്പി മിസ് ചെയ്യണ്ടാട്ടാ. ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ തീറ്റാ, ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫുൾ ചിക്കൻ ആയിട്ട് വേണ്ടേ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലകളൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കണേ. പിന്നെ ഇങ്ങനെ വരയുമ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. എന്നിട്ട് ആ ചിക്കൻ മസാലയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി മസാല തേച്ച് കൊടുക്കാട്ടാ. നമ്മൾ ചിക്കൻ ഇങ്ങനെ വരഞ്ഞു കൊടുത്തല്ലേ, അതിന്റെ പടവിലേക്കൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കാട്ടാ. അങ്ങനെ മസാലയൊക്കെ തേച്ചൊടിപ്പിച്ച് നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടാ. എങ്കിലാണ് അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ സെറ്റ് ആവുള്ളൂ കേട്ടാ. ഇതൊരു ഫുൾ ചിക്കൻ ആയതുകൊണ്ട് മസാലയൊക്കെ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട്. ഇനി ഇത് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ സെറ്റ് ആയിരിക്കും കേട്ടാ. പിന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണ്ടിട്ടാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മസാല നന്നായി പിടിച്ചോളൂ കേട്ടാ. അങ്ങനെ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇനി അത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ എയർ ഫ്രയർ വാങ്ങിയിട്ട് ഒരു കൊല്ലെങ്കിലും അതിൻ്റെ ഔട്ടാ. ഞാൻ ഇതുവരെയായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാട്ടോ നമ്മളിത് യൂസ് ചെയ്യണേ. ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ എനിക്ക് ഇക്കാട്ടോ പറഞ്ഞു തന്നെ. ഇനി നമുക്കിതിന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റ് ആയിട്ട് ഇത് കുക്കായി വരാൻ നമുക്ക് വേണ്ടത്. അപ്പോഴേക്കും നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടാ. നേരത്തെ നമ്മൾ ചിക്കൻ മസാല പരത്തി വെച്ച പാത്രമില്ലേ, അതിലേക്ക് നമുക്ക് വലുതാക്കി എറിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ആ ഒരു 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിലേക്ക് ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വെറുതെ ചെയ്തതായിരുന്നു, പക്ഷേ ഈ ഗ്രേവിയും കൂട്ടി വയ്ക്കാൻ അടിപൊളിയായിരുന്നു കേട്ടാ. ഇത് നമ്മൾ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടോട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചിക്കൻ ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ചുറ്റും നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവട്ടാ. ഉള്ളൊക്കെ ശരിക്കും വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പൊറോട്ടയുടെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം വേറെ വല്ല റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാട്ടാ. ഇതിലും അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.